ലഹരി വിരുദ്ധ സന്ദേശം പലകുറി കേട്ടതാണ്. എന്നാൽ ഇത്തവണ അല്പം ശ്രദ്ധ കൂടുതലാണ്. കാരണം കഥ പറയുന്നത് പാവകളാണ്. വഴിയോരത്ത് കാത്തുനിന്ന് മിഠായിയും ഐസ്ക്രീമും നൽകി വിദ്യാർത്ഥിയെ ലഹരിയിലേക്ക് തള്ളിയിട്ട കഥയാണ് പ്രദർശിപ്പിച്ചത്. കാഴ്ചയ്ക്കിടയിൽ വഴിയോരത്ത് കണ്ട പല മുഖങ്ങളും കുട്ടികൾ ഓർത്തു, അനുഭവങ്ങൾ പങ്കുവച്ചു. അതിൽ നിന്ന് നമുക്ക് കുറേ ലൈഫ് അഡ്വൈസസ് കിട്ടി. പിന്നെ ബ്രെയിൻ എപ്പോഴാണ് അതിൻ്റെ വളർച്ച, അത് എങ്ങനെയാണ് തീരുമാനങ്ങൾ എപ്പോഴാണ് എടുക്കാൻ കഴിയുന്നത്, അതൊക്കെ പറഞ്ഞു തരുന്നു. ബാലരാമപുരം മരുതൂർ കോണത്തെ പട്ടം താണുപിള്ള മെമ്മോറിയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ കോളേജ് യൂണിയനാണ് അതേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. ത്രാണ എന്ന പേരിൽ 3 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ 150-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിദ്യാർത്ഥികളുമായി നല്ല രീതിയിൽ ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയാണ് ഈ പ്രോജക്റ്റിന്റെ ഒന്നാം ഘട്ടം. വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ രക്ഷകർത്താക്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ബാഹ്യമായ ഇടപെടലുകൾ വേണമെങ്കിൽ ഗവൺമെന്റിനെയും മറ്റിതര ഏജൻസികളെയും സമീപിച്ച് അവർക്ക് സഹായം ഉറപ്പുവരുത്തും. ലഹരിയിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ പോലീസ് എത്തിയപ്പോൾ കണ്ടിരുന്ന മുഖങ്ങളിൽ ആശ്വാസം. പോലീസ് രക്ഷയ്ക്കായി എത്തുമെങ്കിലും സ്വയം ജാഗ്രത പാലിക്കുകയാണ് പ്രധാനമെന്ന തിരിച്ചറിവോടെയാണ് കുട്ടികൾ ക്യാമ്പിൽ നിന്ന് മടങ്ങിയത്. ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷമെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസിലൂടെയാണ് പറഞ്ഞു തന്നത്. അതൊരു ഗെയിംസിലൂടെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഒരു നല്ല അനുഭവമായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.